എസ്റ്റിമേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ് ആണ് നോക്കുന്നത്. ഡൈനാമിക് മോഡൽസ് ആർ മോഡൽസ് വിച്ച് ഇൻക്ലൂഡ് ടൈം ലാഗ്. ഇതിനൊരു ടൈം ലാഗ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. ദെയർ ആർ 3 ടൈപ്സ് ഓഫ് ഡൈനാമിക് മോഡൽസ്. ഡൈനാമിക് മോഡൽസ് 3 ടൈപ്പാണുള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ, ഓട്ടോ റിഗ്രസീവ് മോഡൽ, അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള DL ആൻഡ് AR മോഡൽസ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ് ആർ ഇൻക്ലൂഡ് ലാഗ്ഡ് വാല്യൂസസ് ഓഫ് ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. എക്സാമ്പിൾ yt is equal to alpha 0 plus beta 0 xt plus beta 1 xt minus 1 plus beta 2 xt minus 2 plus ut. ഇവിടെ എക്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആയിട്ടുള്ള എക്സിന് ലാഗ്ഡ് വാല്യൂസസ് ആയിട്ടുള്ള t-1 t-2 എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഓട്ടോ റിഗ്രസീവ് മോഡൽസ് ആർ ഇൻക്ലൂഡ് 1 or more ലാഗ്ഡ് വാല്യൂസസ് ഓഫ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനാണ് കൂടുതലായിട്ടും ലാഗ്ഡ് വാല്യൂസസ് വരുന്നത്. ഉദാഹരണം yt is equal to alpha 0 plus beta 0 xt plus gamma 1 xt minus 1 plus gamma 2 xt minus 2 plus ut. ഇവിടെ ഗാമ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസിൻ്റെ ജനറലൈസ്ഡ് ഫോം എന്ന് പറയുന്നത് yt is equal to alpha plus beta 0 xt plus beta 1 xt minus 1 plus beta 2 xt minus 2 plus അങ്ങനെ പോയിട്ട് beta k xt minus k plus ut ആണ്. beta 0 is represent shortened multiplier. Changes in the value of y unit change in x in the same time period. ഇനി beta 0 plus beta 2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് in the mean value of y in the next period. beta 0 plus beta 1 plus beta 2 in the following period and soon. വരാനിരിക്കുന്ന ടൈം പീരിയഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിനെ എന്താണ് പാർഷ്യൽ സം ആൻഡ് ഇൻ്ററീം അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് മൾട്ടിപ്ലയർ എന്നൊക്കെ വിളിക്കുന്നു. സമ്മേഷൻ k is equal to 0, beta is equal to beta 0 plus beta 1 plus beta 2 plus beta k is equal to beta. Summation beta is called long run multiplier or total multiplier, distributed lag multiplier. ഇത് സ്റ്റാൻഡേർഡൈസ് ആയിട്ട് എഴുതുവാണെങ്കിൽ ബീറ്റ ഐ സ്റ്റാർ ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ബീറ്റ ഐ ഗിവ്സ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി ലോങ് റൺ ഓർ ടോട്ടൽ ഇമ്പാക്ട് ഓഫ് ദി ഫെൽറ്റ് സെർട്ടൈൻ പീരിയഡ് ഓഫ് ടൈം. ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഇനി ഇൻഫൈനൈറ്റ് ആയിരിക്കും ലാഗ് മോഡൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. yt is equal to alpha plus beta 0 xt plus beta 1 xt minus 1 plus beta 2 xt minus 2 അങ്ങനെ എക്സെട്ര എന്ന് പോയിട്ട് എറർ ടൈമും കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കില്ല. k റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ലെങ്തിനെ ആയിരിക്കും.